ശാസ്ത്രം വിലയിരുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആധികാരികതയോടുകൂടെ ശാസ്ത്രം പറയുന്നത് പ്രപഞ്ചം രൂപീകൃതമായിട്ട് കോടാനുകോടി വർഷങ്ങൾ പഴക്കമുണ്ടെന്ന്. പ്രപഞ്ചം രൂപപ്പെട്ടിട്ട് കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞുവെന്നാണ് ശാസ്ത്രം വിലയിരുത്തുന്നത്. എന്നാൽ ബൈബിളിൻ്റെ ഒരു പെർസ്പെക്റ്റീവിനകത്ത് ബൈബിൾ തിയോളജി പഠിച്ചിരിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത് ഏകദേശം ഒരു 6000-7000 വർഷം മാത്രമേ ഈ പ്രപഞ്ചം ഉരുവായിട്ട്, അല്ലെങ്കിൽ ഈ ഭൂമി ഉണ്ടായിട്ട് അത്രയും വർഷമേ ആയിട്ടുള്ളൂ എന്നാണ്. ബൈബിളിനകത്ത് ഒരിക്കലും അങ്ങനെ ഒരു വർഷത്തെക്കുറിച്ച് പറയുന്നില്ല. 6000 വർഷം മുമ്പാണ് ഉണ്ടായത്, അല്ലെങ്കിൽ 7000 വർഷം മുമ്പാണ് ഈ ഭൂമി ഉണ്ടായത്, പ്രപഞ്ചമുണ്ടായതെന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നതേയില്ല. മറിച്ച് ബൈബിൾ വ്യാഖ്യാനിക്കുന്ന സ്കോളേഴ്സ് പറയുന്നതാണ് ഏകദേശം 6000-7000 വർഷം മാത്രമേ ആയിട്ടുള്ളൂ എന്ന്. അതിനവർ ദൃഷ്ടാന്തമായിട്ട് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ജീനിയോളജി ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും പറയുന്ന ആ ഒരു ജീനിയോളജി എടുത്തിട്ട് ആ ജീനിയോളജി പ്രകാരം ബാക്കിലോട്ട് സഞ്ചരിച്ച് ആദാമിലെത്തുമ്പോൾ ആദാമിനെ സൃഷ്ടിച്ച സമയത്ത് ഉരുവാക്കിയ ആ ഒരു സൃഷ്ടിയുടെ വൈഭവത്തെയും വെച്ചിട്ടാണ് സ്കോളേഴ്സ് എല്ലാം 6000-7000 വർഷത്തെ ആയുസ് മാത്രമേ ആയിട്ടുള്ളൂ എന്ന് വാദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ബൈബിൾ സ്കോളേഴ്സ് പറയുന്ന ഒരു കാര്യങ്ങളും, ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ചും മനുഷ്യരാശിയുടെ ഉൽപ്പത്തിയെക്കുറിച്ചും ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത് ശരിയല്ല. മറിച്ച് ശാസ്ത്രം പറയുന്നതാണ് സത്യം. ഇനി ബൈബിളിനെ ദൈവിക വീക്ഷണത്തിനകത്ത്, തിയോളജിക്കൽ വീക്ഷണത്തിലല്ല, സ്കോളേഴ്സ് വ്യാഖ്യാനിക്കുന്നത് പോലെയല്ല, ബൈബിളിനെ ഒരു ദൈവികമായിട്ടുള്ള ഒരു ആത്മീകമായ വീക്ഷണത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ ബൈബിളിനകത്ത് എന്താണോ ഇന്ന് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് അതേ കാര്യം തന്നെ ബൈബിളിനകത്ത് നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ് 6000-7000 വർഷമേ ആയിട്ടുള്ളൂ എന്ന് വാദിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം. ശരിക്കും ഈ പ്രപഞ്ചം ഉരുവായിട്ട് കോടാനുകോടി വർഷങ്ങൾ കഴിയുന്നു. അത് തന്നെയാണ് ബൈബിളും വിലയിരുത്തുന്നത്, അത് തന്നെയാണ് സത്യവും.